2010 മോഡൽ ആൾട്ടോ കാർ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓപ്ഷൻ വരുന്ന LXA ആണ്. ഇതിന് ചോദിക്കുന്നത് 95,000 രൂപയാണ്. 2015 മോഡൽ ആൾട്ടോ K10 ആണ്. ഇതിന് ചോദിക്കുന്നത് 210 ആണ്. ഈക്കോ 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 20,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. 5 സീറ്റർ AC വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്നത് 440 ആണ്. മാക്സിമം 40,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ പൈസന്റെ ഒരു ആൾട്ടോ കാർ നമുക്ക് നോക്കാം. 2007 വണ്ടി AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. LXA ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഇതിന് ചോദിക്കുന്നത് 75,000 രൂപയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. ഇവിടെ നമുക്ക് ഒരു നിസാൻ മൈക്ര ഡീസൽ വണ്ടി നമുക്ക് നോക്കാം. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസലിൽ മൈലേജ് കൂടുതൽ കിട്ടും. 2017 മോഡലാണ്. ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 3 ലക്ഷം രൂപയാണ് കേട്ടോ. വെറും 40,000 രൂപ ഉണ്ടെങ്കിൽ നല്ല അടിച്ചാപ്പൊളി സ്വിഫ്റ്റ് കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2012 മോഡൽ ഓപ്ഷൻ വരുന്ന ZD ആണ്. തട്ടുമുട്ട് പരക്കൊന്നുമില്ല, നല്ല വണ്ടിയാണ്. ചോദിക്കുന്നത് 340 ആണ് ചോദിക്കുന്നത്. 3 ലക്ഷം രൂപ ലോൺ കിട്ടും. 40,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു നല്ല 25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഹോണ്ടന്റെ അമേസ് ആണ്. ഇത് 2015 മോഡലാണ്. ഇതിന് ചോദിക്കുന്നത് 375 ആണ്. വെറും 75,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാം. വെറും 15,000 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇട്ട് ഇറക്കാൻ പറ്റിയ നല്ല അടിച്ചപൊളി ആൾട്ടോ K10 ആണ്. വെറും 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള നല്ല അടിച്ചപൊളി വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്നത് 265 ആണ് ചോദിക്കുന്നത്. 250 ഫിനാൻസ് കിട്ടും. അടുത്ത് അതേപോലെ തന്നെ ഈ ഫിയറ്റ് പൂണ്ട ഡീസൽ വണ്ടിയാണ്. 2012 മോഡൽ 13 റൈസനായിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 1,75,000 രൂപയാണ്. ഇതിൽ മൈലേജ് കൂടുതൽ കിട്ടും. 2 റൈസനായിട്ടുള്ള ഒറിജിനൽ കേരള ഇറ്റിയോസ് ഡീസൽ വണ്ടി. ഇതിന് ചോദിക്കുന്നത് 350 വില കുറച്ച് തരും. 11 മോഡൽ 12 റൈസനായിട്ടുള്ള ഇറ്റിയോസ് വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. ഇതിന് ചോദിക്കുന്നത് 260 ആണ്. 9 മോഡൽ ഒറിജിനൽ കേരള G4 ആണ്. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്നത് 520 ആണ്.